ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിന്റെ 15ാം ഭാഗമാണിത്. ആദ്യത്തെ 3 കൊല്ലം വളരെ രഹസ്യമായിട്ടായിരുന്നു ഇസ്ലാം മതപ്രബോധനം നടത്തിയത്. മക്കക്കാരുടെ ദുഷ്ചെയ്തികളെയും അനാചാരങ്ങളെയും വെറുത്തിരുന്ന കുറെ ബുദ്ധിജീവികൾ അന്ന് മക്കയിലുണ്ടായിരുന്നു. അവർ ഓരോരുത്തരായി ഇസ്ലാമിലേക്ക് വന്നു. ഇസ്ലാം വളരെ മഹത്തായ സന്ദേശമാണെന്ന് അവർക്ക് ബോധ്യമായി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ, അതിന്റെ പ്രചാരണത്തിന് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും അവർ സന്നദ്ധരായി. അവരിൽ പ്രമുഖനാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. കോമളനായ യുവാവ്, ധനികൻ, മികച്ച കച്ചവടക്കാരൻ, ഉന്നത കുലത്തിൽ ജനിച്ച വ്യക്തി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരൻ. ദീർഘമായൊരു കച്ചവടയാത്ര കഴിഞ്ഞ് മക്കയിൽ മടങ്ങിയെത്തിയിരിക്കുകയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അല്പനേരത്തെ വിശ്രമത്തിനു ശേഷം കൂട്ടുകാരനെ കാണാൻ പോയി. പതിവിൽ കവിഞ്ഞ സന്തോഷത്തോടെ കൂട്ടുകാരനെ സ്വീകരിച്ചു. ഒടുവിൽ സത്യം നമ്മെ തേടിയെത്തിയിരിക്കുന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹു കൂട്ടുകാരനോട് പറഞ്ഞു. സത്യം നമ്മെ തേടിയെത്തിയെന്നോ? എന്താണ്? വിശദമായി പറയൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യപ്രവാചകനെ നമ്മിലേക്ക് അയച്ചിരിക്കുന്നു. നാം പ്രവാചകന്റെ പ്രഥമ സഹായികളായി തീരണം. തുടർന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു വഹയിന്റെ കഥ വിവരിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തരിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സന്ദേശത്തിന് വേണ്ടിയാണല്ലോ ഇത്രയും നാൾ നമ്മൾ കാത്തിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗം, രക്ഷയുടെ തീരം, പ്രകാശം പരന്ന പാത. മനസ്സ് കോരിത്തരിക്കുന്നു. എല്ലാ അനാചാരങ്ങളും അവസാനിപ്പിക്കണം, അന്ധവിശ്വാസങ്ങൾ തൂത്തെറിയണം. നമുക്ക് പ്രവാചകനെ സമീപിക്കാം, സത്യസാക്ഷ്യം വഹിക്കാം. എന്തു പറയുന്നു? അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. തീർച്ചയായും, ഇനി ഒട്ടും വൈകിക്കൂടാ. അവർ പ്രവാചക സന്നിധിയിലെത്തി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ കെലിമ ചൊല്ലി. അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ലെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. എല്ലാം അല്ലാഹുവിന്റെ മാർഗത്തിൽ അർപ്പിക്കാനുള്ള ത്യാഗബോധത്തോടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു. മക്കയിലെ പേരെടുത്ത കച്ചവടക്കാരനാണ് അബുൽ കഅബ് ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. ധനികനാണ്. മക്കക്കാരുടെ ദുഷിച്ച ആചാരങ്ങളോട് അദ്ദേഹത്തിന് വെറുപ്പാണ്. ഒരു നല്ല ജീവിത രീതി കാണാൻ ആഗ്രഹിച്ചു നടക്കുന്നു. അപ്പോഴാണ് ഇസ്ലാമിന്റെ വിളി കേട്ടത്. പിന്നെ ഒട്ടും താമസിച്ചില്ല. പ്രവാചകന്റെ ക്ഷണം സ്വീകരിച്ചു. ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതത്തിലേക്ക് പ്രവേശിച്ചു. ആദ്യത്തെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റി അബ്ദുറഹ്മാൻ എന്നാക്കി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. അങ്ങനെ പലരും ഇസ്ലാം മതത്തിൽ ചേർന്നു. അർക്കമിന്റെ വീട്ടിൽ വെച്ചാണ് ആദ്യഘട്ടത്തിൽ സ്വഹാബികൾക്ക് ഇസ്ലാം മത തത്വങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. 3 വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. ഇസ്ലാം മതത്തിലേക്ക് പരസ്യമായി ആളുകളെ ക്ഷണിക്കാനുള്ള കൽപ്പന വന്നു. അടുത്ത ബന്ധുക്കളെ ക്ഷണിക്കുക. അടുത്ത ബന്ധുക്കളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത് എങ്ങനെ? വീട്ടിൽ വിരുന്നിന് ക്ഷണിക്കാം. അപ്പോൾ എല്ലാവരും വരും. അവരോട് ആ സമയത്ത് കാര്യം പറയാം. അങ്ങനെ ബന്ധുക്കളെയെല്ലാം വിരുന്നിന് ക്ഷണിച്ചു. സദ്യയുണ്ടാക്കി കാത്തിരുന്നു. സമയമായപ്പോൾ എല്ലാവരും വന്നു. കുടുംബക്കാരെല്ലാം പങ്കെടുത്ത സദസ്സ്. അബൂ ത്വാലിബും സഹോദരന്മാരും അവരുടെ സന്താനങ്ങളും വന്നിട്ടുണ്ട്. അവരോട് സത്യദീനിനെ കുറിച്ച് സംസാരിക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബക്കാരെ, എനിക്ക് നിങ്ങളോട് ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. സൃഷ്ടാവായ അള്ളാഹു കൽപ്പിച്ചതനുസരിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ അവൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അള്ളാഹു ഏകനാണെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും നിങ്ങൾ സാക്ഷ്യം വഹിക്കുക. ആളുകൾ പരസ്പരം നോക്കി. അതിനിടയിൽ തടിയനായ അബൂലഹബ് ചാടി എഴുന്നേറ്റു. നാശം! ഇത് പറയാനാണോ നീ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? എന്താ, നിങ്ങളൊക്കെ ഇവിടെ തന്നെ ഇരിക്കുകയാണോ? ഇറങ്ങിപ്പോകൂ. സദസ്സിലുള്ളവർ എഴുന്നേറ്റു. ഓരോരുത്തരായി എല്ലാവരും ഇറങ്ങിപ്പോയി. ആദ്യ ശ്രമം പരാജയപ്പെട്ടു. എങ്കിലും നിരാശനായില്ല. ഒരിക്കൽ കൂടി വിരുന്നിരിക്കാം. ഒരിക്കൽ കൂടി അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാം. വീണ്ടും വിരുന്നിന് ക്ഷണിച്ചു. എല്ലാവരും വന്നു ചേർന്നു. എന്റെ പ്രിയപ്പെട്ട ബന്ധുക്കളെ, സർവശക്തനായ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഞാൻ വീണ്ടും നിങ്ങളെ ക്ഷണിക്കുകയാണ്. അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല. ഞാൻ കൊണ്ടുവന്നതിനേക്കാൾ ഉത്തമമായ ഒരു കാര്യം ഈ ജനതയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു അറബിയെയും ഞാൻ കണ്ടിട്ടില്ല. ഈ ലോകത്തെ വിജയത്തിനും പരലോക വിജയത്തിനും ഉപകരിക്കുന്ന സന്ദേശമാണ് ഞാൻ കൊണ്ടുവന്നത്. അതാണ് ദീനുൽ ഇസ്ലാം. അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ എന്റെ റബ്ബി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഇക്കാര്യത്തിൽ ആരാണ് എന്നെ സഹായിക്കുക? പറയൂ. ദീനുൽ ഇസ്ലാമിനെ സഹായിക്കാൻ ആരുണ്ട്? ഈ തമാശ കേൾക്കാനാണോ നാം ഇവിടെ വന്നത്? എണീറ്റ് പോകൂ, ആരൊക്കെയോ വിളിച്ചു പറഞ്ഞു. അവർ പരിഹാസപൂർവ്വം ചിരിക്കുന്നു. ഇവരിത് എന്തു പറ്റിപ്പോയി? പാവം, ചിലർ സഹതപിച്ചു. അപ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ ശബ്ദം കേട്ടു. എല്ലാവരും തിരിഞ്ഞു നോക്കി. ആ കുട്ടിയുടെ വാക്കുകൾ കൗതുകം പരത്തി. അള്ളാഹുവിന്റെ റസൂലേ, അങ്ങയെ സഹായിക്കാൻ ഞാനുണ്ട്. അങ്ങയുടെ കൂടെ ഞാൻ ഉറച്ചു നിൽക്കും. അബൂ ത്വാലിബിന്റെ മകൻ അലിയായിരുന്നു അത്. ആളുകൾ അലിയെയും അബൂ ത്വാലിബിനെയും മാറി മാറി നോക്കി. അവർ പരിഹാസപൂർവ്വം ചിരിക്കുന്നു. വൃദ്ധനായ അബൂ ത്വാലിബ് തലയും താഴ്ത്തി നടന്നുപോയി. ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഫാ മറവയുടെ മുകളിൽ കയറി. വാ സ്വഹാബ, വാ സ്വഹാബ. സഫാ മലയിൽ നിന്നും പ്രവാചകന്റെ ശബ്ദം. ഏതെങ്കിലും ഒരു ആപത്ത് വരുമ്പോഴാണ് മലയിൽ കയറി ഇങ്ങനെ വിളിച്ചു പറയുക. ഖുറൈശികൾ സഫാ മലയിലേക്ക് ഓടി. അതാ നിൽക്കുന്നു മുഹമ്മദ്. എന്തെങ്കിലും ആപത്ത് നേരിട്ടിരിക്കും. ധാരാളം ആളുകൾ തടിച്ചുകൂടി. ഖുറൈശി ഗോത്രത്തിന്റെ കൈവഴികളായ പല കുടുംബക്കാരും ആ കൂട്ടത്തിലുണ്ട്. അബ്ദുൽ മുത്തലിബ് വംശം, അബ്ദു മനാഫ് കുടുംബം, ബനു സുഹറ, ബനു തൈം, ബനു മഖ്സും, ബനു സഅദ്. എല്ലാവരും ആകാംക്ഷയോടെ അൽ അമീനെ നോക്കുന്നു. അൽ അമീൻ ചോദിച്ചു, ഈ മലയുടെ പിന്നിൽ നിങ്ങളെ ആക്രമിക്കാൻ ഒരു കുതിരപ്പട നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞങ്ങൾ വിശ്വസിക്കും. വിശ്വസിക്കാതിരിക്കാൻ ഞങ്ങൾക്കൊരു കാരണവുമില്ല. നീ അൽ അമീനാണ്. കള്ളം പറഞ്ഞതായി ഞങ്ങൾക്ക് അനുഭവമില്ല. എങ്കിൽ കേട്ടോളൂ. എന്റെ അടുത്ത കുടുംബങ്ങൾക്ക് പരലോക ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അബ്ദുൽ മുത്തലിബ് കുടുംബമേ, അബ്ദു മനാഫ് കുടുംബമേ, ബനു സുഹ്റ, ബനു തൈം, ബനു മഖ്സൂം, ബനു സഅദ്,
നിങ്ങളെ ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുക. അങ്ങനെ പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ ഈ ലോകത്തോ പരലോകത്തോ എന്തെങ്കിലും ഗുണം നിങ്ങൾക്ക് നൽകാൻ എന്നെ കൊണ്ടാവില്ല. വളരെ ആവേശപൂർവ്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചത്. അനുകൂലമായ എന്തെങ്കിലും പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. അബൂലഹബിന്റെ ശബ്ദം ആ മലഞ്ചെരുവിൽ മുഴങ്ങിക്കേട്ടു. നിനക്ക് നാശം! ഇതിനു വേണ്ടിയാണോ നീ മാന്യന്മാരെ വിളിച്ചു കൂട്ടിയത്? നശിച്ചവൻ, നാണമില്ലാത്തവൻ! പ്രവാചകൻ അത് കേട്ട് വിഷമിച്ചു പോയി. തനിക്കു നേരെ എത്ര ക്രൂരമായ പരിഹാസം! മുഖം തണുത്തുപോയി. ദുഃഖം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു. നിസ്സഹായനായി നിന്നു. എന്തൊരു നിരാശ! മലഞ്ചെരുവിൽ തടിച്ചുകൂടിയവർ പിരിഞ്ഞുപോയി. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. വഹി ഇറങ്ങുന്നു. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിച്ചു പോട്ടെ. അവ നശിച്ചു. അവന്റെ സമ്പത്തോ സമ്പാദ്യങ്ങളോ അവനെ ഉപകരിക്കുകയില്ല. കാത്തിരുന്നോളൂ, കത്തിക്കാളുന്ന നരകാഗ്നിയിൽ അവൻ പ്രവേശിക്കുക തന്നെ ചെയ്യും. ഇസ്ലാം മതത്തിന്റെ പ്രചാരണം തങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരാണെന്ന് ഖുറൈശികൾ നേരത്തെ തന്നെ മനസ്സിലാക്കി. തങ്ങളുടെ ഇതുവരെയുള്ള ചെയ്തികളെല്ലാം മാറ്റേണ്ടി വരും. ഷിർക്കിന്റെ സകല കവാടങ്ങളും അടക്കപ്പെടും. അത് സഹിക്കാൻ അവരുടെ അഹങ്കാരം അനുവദിച്ചില്ല. ശക്തി ഉപയോഗിച്ച് ഇസ്ലാമിനെ തകർക്കാൻ ഖുറൈശികൾ തീരുമാനിച്ചു. കടുത്ത മർദ്ദനങ്ങൾ തുടങ്ങി. ഇസ്ലാം മതം സ്വീകരിച്ചവരേക്ക് കഠിനമായി മർദ്ദിക്കാൻ ആരംഭിച്ചു. ഈ മർദ്ദനം മറ്റുള്ളവർക്ക് പാഠമായി തീരണം. ഇനി ഒരാൾക്കും ഇസ്ലാം സ്വീകരിക്കാൻ കൊതി തോന്നരുത്. വേദനാജനകമായ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചു. കഠിന മർദ്ദനത്തിന്റെ കെട്ടുകഥകളുമായിട്ടാണ് ഓരോ പ്രഭാതവും വിടർന്നത്. അങ്ങനെ ത്യാഗത്തിന്റെ ഇതിഹാസങ്ങൾ രചിക്കപ്പെടുകയായി. ഈ കഥയുടെ അടുത്ത ഭാഗം പാർട്ട് 16 അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.